ഹരിയാനയിൽ തന്നെ ഒരു ഉദാഹരണം എടുക്കാം. അവിടെ 90 സീറ്റാണുള്ളത് ഈ കഴിഞ്ഞ 2024 ഇലക്ഷനിൽ. അപ്പോൾ അവിടെ നടന്ന ഇലക്ഷനിൽ 2 കോടി വോട്ടാണുള്ളത്. അതിൽ പോൾ ചെയ്യപ്പെട്ടത് 67.8%. അപ്പോൾ അതായത് ഏതാണ്ട് 66 ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. അതിൽ ഈ 2.5 ലക്ഷം 25,000 വരുന്നുണ്ട്, പോട്ടെ, അത് നമ്മൾ കൂട്ടണ്ട. 25 ലക്ഷം വരുന്നുണ്ട്. എന്നിട്ടും അത് കൂട്ടാതെ നമ്മൾ വെറും 1,44 ലക്ഷം എടുത്താൽ പോലും ഈ 25 ലക്ഷം പേര് കള്ള വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡബിളിംഗ് ഒക്കെ ആയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 പേര് ക്യൂ നിൽക്കുമ്പം ഒരാൾ വീതം കള്ള വോട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ 28ഓളം BLA കോൺഗ്രസ്സിന് തന്നെ അവിടെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഇവരാരും കാണാതെ ഇതിങ്ങനെ നടക്കൂ. അപ്പോൾ ഇത് വെറും മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനി അതിലും കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ പിന്നെ BJP-ക്കാരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, BJP-ക്കാർ ചെയ്തെങ്കിൽ ഇതിൻ്റെ പകുതിയായിട്ട് വരികയാണ്. അപ്പോൾ ഏകദേശം 66-70 ലക്ഷം ആയിരിക്കും BJP-ക്ക് ഇപ്പോൾ 48 സീറ്റിന് കിട്ടിയിരിക്കുക. അതിൽ വോട്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം എടുത്താൽ ഏതാണ്ട് 3 പേരിൽ ഒരാൾ, അത് 2 പേര് കഴിയുമ്പോൾ ഒരുത്തൻ കള്ളവോട്ട്, 2 പേര് കഴിയുമ്പോൾ ഒരുത്തൻ കള്ളവോട്ട്. ഇങ്ങനെ പോയാൽ മാത്രമേ അവിടെ ഇത്രയും പേർക്ക് 25 ലക്ഷം പേർക്ക് BJP-ക്ക് വേണ്ടി മാത്രമായിട്ടും വോട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഈ നമ്മളെ വെറും ലോജിക്ക് വെച്ച് നോക്കിയാൽ. ഈ കണക്കുകളൊക്കെ മറ്റുള്ളവരാണ് നോക്കിയത്. അതായത് ഈ എതിരാളികളെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന BLOമാരുണ്ടെങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതെ അവർ പുറത്ത് പറയേണ്ടതാണല്ലോ അല്ലേ? ഇത് BLOമാരുടെ മാത്രമല്ല, ഇതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പോളിംഗ് ബൂത്തിൽ വെച്ച് തന്നെ അറിയാൻ പറ്റുമല്ലോ. കാരണം ഇത്ര വ്യാപകമായിട്ടൊരു കള്ളവോട്ട് ആർക്ക് ചെയ്യാനാണ് പറ്റുന്നത്? ഒരിക്കലും പറ്റുന്ന കാര്യമല്ല.